വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. ആദ്യം അതിജീവിച്ച ശേഷം നിർത്താതെ പെയ്യുന്ന മഴ കേരളത്തിന് പേടിയാണ്. അതുപോലെ തന്നെ കൊച്ചി നഗരത്തിനും ഒരു മഴ താങ്ങാനുള്ള ശേഷി കൊച്ചി നഗരത്തിനില്ല. ഇവിടെ മഴ പെയ്താൽ ഉയർന്ന പ്രദേശങ്ങളിലുള്ള വെള്ളമെല്ലാം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകും. ഒപ്പം ഉയർന്ന പ്രദേശങ്ങളിലെ മാലിന്യ കൂമ്പാരവും താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ സഹിക്കണം. ഇന്ന് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത്. KSRTC ബസ് സ്റ്റാൻഡ്, ഇടപ്പള്ളി, പുല്ലേപ്പടി, പാലാരിവട്ടം, ഇൻഫോ പാർക്ക് തുടങ്ങി ഒരിടവുമില്ല കൊച്ചിയിൽ വെള്ളം കയറാത്തത്. കൊച്ചിക്കാർ തന്നെ പറയും കൊച്ചിയുടെ മഴ ദുരിതത്തെപ്പറ്റി. പിന്നെ അവിടെയൊക്കെ മുങ്ങി, റോഡൊക്കെ മുങ്ങി, ആൾക്കാർക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ട്. പിന്നെ ഇതിന്റെ കുഴി താത്തുണ്ട് ഗ്യാസിന്റെ, കാരണം വണ്ടിക്കും വലിയ ബുദ്ധിമുട്ടാണ് പോകാൻ. റോഡൊക്കെ നിറഞ്ഞു. അല്ല ഇപ്പൊ ഈ വർഷം വന്നപ്പോഴായി കുഴപ്പമാണ്, മറ്റേ ശല്യമൊന്നും ഉണ്ടായിരുന്നു. ഇപ്പൊ റോഡൊക്കെ മുങ്ങി ഇതുണ്ടല്ലോ. കച്ചവടത്തിനൊക്കെ ശരിക്കും ബാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് വൈകുന്നേരം മഴ പെയ്തപ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ പോകേണ്ടി വന്നു. ടിക്കറ്റൊക്കെ ഇടാനൊന്നും പറ്റണ്ടായിരുന്നില്ല, ഭയങ്കര മഴയായിരുന്നു. ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് ആദ്യമായിട്ട് ഇത്രയും മഴയത്ത് ഇത്രയും വെള്ളമൊന്നും വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുത്തി ഒലിച്ച് വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഇന്നലെ മഴയത്ത് ഇങ്ങനെ ഒലിച്ച് വന്ന് കിടക്കുമായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. ശരിക്കും മഴയില്ല, എന്നാൽ സാധാരണക്കാർക്ക് വളരെ പ്രയാസമുള്ള രീതിയിലായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇതും കൊണ്ടൊക്കെ ജീവിച്ചു പോകുന്നവർക്കൊക്കെ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഭയങ്കരമായിട്ട് അഴുക്കൊഴുകി വരുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെ ഇതിന്റെ മുന്നിലും ഇവിടെയൊക്കെ കെട്ടിക്കെടുക്കുമായിരുന്നു. കുറേ നമ്മൾ വാരിയോടെ മാറ്റിയിട്ട് ഒത്തിരി അഴുക്കുകൾ ഒഴുകി വരുന്നുണ്ട്. പ്ലാസ്റ്റിക് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ടും പ്ലാസ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ ഒഴുകി വരുന്നത്. ഇവിടെ ഇന്നലെ രാത്രി വൈകിട്ട് മഴ പെയ്തപ്പോൾ കാക്കനാട് ഭാഗത്തൊക്കെ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ താഴ്ന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴേക്കൊക്കെ ഇച്ചിരി വെള്ളമുണ്ട്. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇത്തിരി വെള്ളത്തിന്റെ ഇതിലാണ്. ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു, പിന്നെ രാവിലെ മഴയുണ്ടായിരുന്നു. അതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല, വെള്ളക്കെട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ വീട് ഒത്തിരി താഴെയാണ്. വീടിന്റെ ഒരു അരഭാഗത്തോളം അപ്പുറത്തെ ഫ്ലാറ്റായിരുന്നു. ഫ്ലാറ്റുകാർ ഇങ്ങനെ സൈഡ് മതിൽ കെട്ടാൻ വേണ്ടി അരിഞ്ഞെടുത്തിട്ടാ ഞങ്ങളുടെ മുറ്റം മുഴുവനും നേരെ ഫ്ലാറ്റിൽ വീണ് കിടക്കുക. അപ്പൊ അവര് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കാണയും റോഡും എല്ലാം ആ ഫ്ലാറ്റുകാരുടെ റോഡിലുണ്ട്. എന്നിട്ടിപ്പൊ അവര് അയൽപക്കക്കാരെല്ലാരും പ്രശ്നത്തിലാണ്. അപ്പൊ അവര് ഫ്ലാറ്റ് പണി സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ കാണ പണിയാൻ വേണ്ടി ഭയങ്കര വെള്ളം, ബേക്കിൽ കൂടി വെള്ളം ഒഴുകിയിട്ട് അകത്ത് അടുക്കള ഇച്ചിരി പൊക്കം അടുക്കളയിലോട്ട് അകത്തേക്കാ വെള്ളം ഒഴുകണത്. ഭയങ്കര സങ്കടമായി പോയി. എന്ത് ചെയ്യാനാ, നമ്മ പ്രകൃതിക്ഷോഭ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ജനങ്ങൾ സംഘടിച്ച് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗം ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാരെങ്കിലും. ഒരു മഴ പെയ്താൽ കൊച്ചിക്ക് താങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ. കാരണം ഒത്തിരി താഴ്ചയാണ് എന്റെ വീട്ടിൽ അകത്തേക്കാണ് വെള്ളം ഒഴുകുന്നത്. ഈ അണക്കെട്ട് പൊട്ടി വന്ന പോലെയാണ് മേളിൽ നിന്ന് വെള്ളം ഒഴുകി പോണത്. വീട് മുറ്റം പകുതിയോളം ആ ഫ്ലാറ്റിന്റെ അപ്പുറത്താണ്. അത് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരവിടെ താത്തിയത് കൊണ്ട് കൂടുതലും ഇടിഞ്ഞുപോയി.
ബിസിനസ്സൊക്കെ കച്ചവടമൊക്കെ വളരെ മോശമാണ്. പിന്നെ ഇതിലെ വെള്ളം ഒക്കെ ഒഴുകി കടയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയെടുക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര ശല്യം. താഴ്ന്ന പ്രദേശത്തൊക്കെ വെള്ളത്തിന്റെ കെട്ടായിരുന്നില്ല. ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഇഷ്ടംപോലെ. ഇത് തന്നെ മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. 2 വീലർ യാത്രക്കാർക്കോ അല്ലെങ്കിൽ 4 വീലർ യാത്രക്കാർക്കോ റോഡിലൊക്കെ കുഴിയുണ്ട്. അതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. രാവിലെ വലിയ ഗതാഗത കുരുക്കില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിയ മഴയാണ്. ഏതാണ്ട് 4 മണിക്കൂറോളം നിർത്താതെ പെയ്തു. ഇടയ്ക്കൊന്ന് ശമനമുണ്ടായെങ്കിലും ഇന്നൊരു വെളുപ്പിനെ 5 മണിയോടെ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഈ പെയ്യുന്ന അതേ ഇന്റൻസിറ്റിയിൽ നിന്ന് പെയ്യുകയാണ് രാവിലെ മുതൽ. വെള്ളക്കെട്ടാണ് പലയിടത്തും. നമുക്ക് 2 വീലറിലാണെങ്കിലും 2 വീലർ യാത്രക്കാർക്ക് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത തരത്തിൽ, പ്രത്യേകിച്ചും പകർച്ചവ്യാധികൾ നമുക്കറിയാം, മഞ്ഞപ്പിത്തമുള്ള ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ അതിഭീകരമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് എറണാകുളത്തുള്ളത്. എനിക്കൊന്ന് 2 ആഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൊച്ചിയിൽ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞിരുന്നു മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അതിനുള്ള ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. 30,000 രൂപ വീതം സർക്കാർ അതിന് വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അവരുടെ ഫണ്ടിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നും കണ്ടെത്തണം എന്നൊരു സാഹചര്യം കൂടി അദ്ദേഹം നമ്മുടെ മുന്നിൽ പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല എന്ന് വേണം വ്യക്തമാക്കാൻ. കാരണം പലയിടത്തും ഓടകളൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ട് റോഡിനോട് ചേർന്ന് റോഡ് ഏതാണെന്ന് മനസ്സിലാക്കാതെ ഇടറോഡുകളൊക്കെ വെള്ളത്തിലാണ്. വലിയ ദുരിതങ്ങൾ ഇന്നലെ വളരെയധികം എല്ലാ ജനങ്ങൾക്കും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഈ കൊച്ചി നഗരത്തിനെ പറ്റി പറഞ്ഞ എല്ലായിടത്തും വെള്ളക്കെട്ടായിരുന്നു. ഇനിയിപ്പോൾ തൃക്കാക്കര നോക്കിയാലും എറണാകുളം നോക്കിയാലും എല്ലായിടത്തും വെള്ളക്കെട്ട് തന്നെയാണ്. കാരണം എല്ലാവരും റോഡിൽ തന്നെ ദുരിതത്തിൽ ആയി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഇന്നലെ വൈകിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഓടയൊന്നും ശരിയാക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓടയൊക്കെ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര അവസ്ഥ വരില്ല. എന്നുവെച്ചാൽ ഉള്ള ഓടയൊക്കെ വലിയ ഓടയാണ്. വഴിയിലും നല്ല രീതിയിലൊക്കെ പണിതേക്കുന്ന ഓടകളാണ്. അത് വൃത്തിയാക്കിയിട്ടെടുത്തിച്ച് ഈ വെള്ളം കംപ്ലീറ്റ് ആ ഓടയിൽ കൂടി തന്നെ പോയി വെള്ളക്കെട്ടില്ലാത്ത രൂപത്തിൽ ആൾക്കാർക്ക് ഗതാഗതം സുഖമായിട്ട് പോകാം. കുഞ്ഞു മഴ പെയ്താലും ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയാണ് കണ്ടു പോന്നേക്കണത്. നല്ല അടിപൊളി മഴയാണ്. ഇവിടെ നമ്മുടെ കാക്കനാട് ഏരിയയിൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. താന്ന സ്ഥലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ കാക്കര അങ്ങനെ ഒരു മങ്ങിയോട്ടിലേക്കണം. അവരാരും വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ അവർ അവതാരത്തിലാക്കി വെച്ചേക്കാം. നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി അത് നിർത്തി വെച്ചേക്കാം. മറ്റുള്ള മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ട്. നമ്മുടെ തൃക്കാക്കര ആകെ ദുരിതത്തിൽ കിടക്കുകയാണ്. എല്ലാം കൊതുകും പനിയും പച്ചപ്പാതി എല്ലാം പറ്റുന്നത്. ഈ ഉത്തരവാദിത്തപ്പെട്ട ആരും തിരിച്ചു നോക്കണില്ല. അതാണ് എൻ്റെ ഞാൻ KSDBക്ക് കാശ് കിട്ടാൻ സമയമില്ല. ഇതെന്ത് ന്യായമോ? ഈ പെൺപിള്ളേര് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചെറിയെല്ലാം ഞാൻ കേൾക്കുന്നത്. ഈ വെള്ളത്തിന്റെ കറണ്ടിന്റെ ബിസിനസ് അതിന്റെ കാശ് പോലും കിട്ടാൻ ഗതിയില്ലാത്ത മുനിസിപ്പാലിറ്റി. ഈ കാണുന്ന അപ്പുറത്തെ റോഡിൽ പോയി ഇറങ്ങി നോക്കുക. ആ മെയിൻ ചാറി ഒടുക്കത്തെ വേണം. എന്റെ അമ്മ സത്യം. അപ്പൊ ഇത് എനിക്ക് നേരിട്ട് പേരിക്കാൻ പറ്റില്ല. അതിന്റെ പേരിൽ ഞാൻ പിന്മാറി കിടക്കുകയാണ്. ഞാൻ നേരിട്ട് പറഞ്ഞാൽ ഇടിക്കേണ്ടി വരും. അതുകൊണ്ട് വേണ്ടാന്ന്. മാന്യം ഇവിടെ മുനിസിപ്പാലിറ്റി കറക്റ്റ് അല്ലാത്തതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ വേസ്റ്റ് കിടക്കുന്നുണ്ട്. 2 ദിവസമായി അവർ വന്നെടുത്തിട്ട് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട്. അല്ലാതെ വേറെ സംബന്ധിച്ച് ഈ ഭാഗത്തേക്ക് പ്രശ്നങ്ങളില്ല. ഇപ്പോൾ പാർക്ക് ബേസ് ചെയ്തായിരുന്നു ഇന്നലെ മൊത്തം വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോ മാധ്യമങ്ങളിൽ കണ്ടു. നല്ല വെള്ളം ഉണ്ടായിരുന്നു അവിടെയൊക്കെ. ഈ ഭാഗത്ത് അങ്ങനെ വെള്ളം കെട്ടാറില്ല. ഇതിലൊന്ന് നേരെ അങ്ങോട്ട് പൊക്കോളൂ. ഞാൻ 6:15 വീട്ടിലെത്തണതാ. ഇന്നലെ 7 മണിയൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഈ തോടിന്റെ വെള്ളം എന്നതാണ് കയറിയാണ്. ഇവിടുത്തെ ഡ്രെയിനേജ് ഒന്നും അത്ര മെച്ചമൊന്നുമല്ല. അത് ചെയ്യണമെങ്കിൽ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കണം. ഈ മഴ സമയത്ത് ചെയ്തിട്ട് കാര്യമുണ്ടോ? മഴക്ക് മുമ്പ് തന്നെ റെഡിയാക്കി കിട്ടും. അല്ലെങ്കിൽ ഒറ്റ ദിവസം മഴ പെയ്ത് നിന്നാൽ ഇവിടെ മൊത്തം വെള്ളക്കെട്ടാം. കാര്യം ഇന്നലത്തെ വീഡിയോ തന്നെ എൻ്റെ വാട്സാപ്പിൽ ഇഷ്ടംപോലെ ഓർമ്മ സ്റ്റാറ്റസൊക്കെ ആയിട്ട്. മുമ്പ് ചതുപ്പ് നിലമായിരുന്നു. അത് നിലനിർത്തിയൊക്കെ ഉണ്ടാക്കിയ സാധനമൊക്കെ ഇതൊക്കെ. അതാ വേസ്റ്റിന്റെ ഒക്കെ അല്ലേ, ഓടയൊക്കെ അടഞ്ഞു കിടക്കുന്നതിന്റെ ആയിരിക്കും. പിന്നെ ഭയങ്കര വെള്ളമല്ലായിരുന്നു.
വണ്ടിയെല്ലാം ഒഴുകിപ്പോയില്ല, മുങ്ങിപ്പോയി. പിന്നെ അത് വലിഞ്ഞോളൂ, കുറെ വലിയുന്നത്. തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് ഡാൻ കുര്യൻ ഉണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ കനത്ത മഴയാണ് തിരുവനന്തപുരത്ത്. ആ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല. എന്താണ് തീരപ്രദേശങ്ങളിലെ അടക്കം സാഹചര്യം നിലവിൽ? ഭവ്യ, അല്പസമയം മുമ്പാണ് ശക്തമായ മഴ വീണ്ടും തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ശംഖുമുഖത്താണ്. വലിയ തരത്തിൽ തിരമാലകൾ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായി 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നേരത്തെ തന്നെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ആരും മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകരുത് എന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നടക്കം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ശക്തമായ മഴ നാളെ വരെ തിരുവനന്തപുരത്ത് തുടർന്നേക്കും എന്ന് തന്നെയാണ് സൂചന. അല്പസമയം മുമ്പ് വലിയ കാറ്റോടെ ആരംഭിച്ച മഴ തീരമേഖലയിൽ തകർത്ത് പെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തരത്തിലുള്ള കടലാക്രമണ സാധ്യത കൂടി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായിരുന്നു. പമ്പുകളും മോട്ടറുകളും പ്രവർത്തിക്കാതിരുന്നതാണ് വെള്ളക്കെട്ട് രൂക്ഷമായതെന്നും വിമർശനമുണ്ട്. ചേട്ടാ, ഒരു മഴ പെയ്താൽ കൊച്ചി വെള്ളക്കെട്ടിലാണ്. അത് 1.5 മണിക്കൂർ ഇന്നലെ മഴ പെയ്തപ്പോൾ ഇവിടെ എല്ലാം വെള്ളം ഉണ്ടായിരുന്നു. അത് ആ വെള്ളം പോകാനുള്ള ഒരു തടസ്സം ഉണ്ടായിരുന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും. അത് ആ 1.5 മണിക്കൂർ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ കൂടെ വെള്ളം പൊങ്ങി അതൊരു 9-10 മണിയൊക്കെ നീങ്ങിയിട്ടുണ്ട്. പിന്നെ നേരം വെളുത്ത് മഴ പെയ്തെങ്കിലും വെള്ളം അങ്ങനെ പൊങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഏറ്റം കയറുമ്പോൾ ഇവിടെ കാണുകളിലെല്ലാം വെള്ളം കയറി. ഇവിടെ സാധാരണ ഇവിടെ ഈ ഹോജാമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പനമ്പള്ളിയറിൽ വെള്ളം കയറി നിൽക്കാറുണ്ട്. അങ്ങനെ ഇവിടെ പതിവായിട്ട് വെള്ളം ഉണ്ടാകാറുണ്ട്. ഈ കാനകളൊന്നും ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണോ അതിന് ഈ എന്തുകൊണ്ടാണ്? കാണുകൾ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടല്ല, കാണുകൾ ക്ലീൻ ചെയ്തെങ്കിലും അതിന് വെള്ളം പോകാനുള്ള ഒരു സ്രോതസ് ഈ കാണപണിക്കാർ ചെയ്തിട്ടില്ല. അതായത് ഈ പണി ചെയ്തേക്കുന്നത് എത്ര എന്താ പറയണ അതിൻ്റെ സയന്റിഫിക്കായിട്ടല്ല അവർ ചെയ്തേക്കണത്, അതുകൊണ്ടാണ്. കാന വൃത്തിയാക്കുന്നുണ്ട്, പക്ഷെ വെള്ളം ഒഴുകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടില്ല. അത് ചെറിയ ജെറ്റ് നെറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ കൂടി എന്തോരം വെള്ളം പോകാനാ? അങ്ങനെയുള്ള ചെറിയ നെറ്റുകളാണ് വെച്ചേക്കണത്. ഈ കാണ പണിതിട്ട് ഈ വെള്ളം ഇത്ര എല്ലാം കൂടി വരുമ്പോൾ ചെറിയൊരു നെറ്റിൽ കൂടി എന്തോരം വെള്ളം പോകാനാ? പിന്നെ കാണുകളെല്ലാം നിറഞ്ഞു. കാണുകളിൽ ഇപ്പോഴും ചെടികളുണ്ട്. അത് കോരിക്കളയാണ്ട് ഒന്നും ഇവിടെ വൃത്തിയാവില്ല. കാണാൻ വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടെന്നാണ് ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഈ വെള്ളം കാണാൻ നിറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ വഴിയില്ലല്ലോ. അപ്പോൾ ഇത് തന്നെയായിരിക്കും അവസ്ഥ. കാണുകൾ ക്ലീൻ ചെയ്യുക ആദ്യം. കാണുകൾ ഇനിയും ക്ലീൻ ചെയ്യാനുണ്ട്. അതോടൊപ്പം ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് ഈ പകർച്ചവ്യാധികൾ. മഞ്ഞപ്പിത്തം പോലുള്ളവർ ഇപ്പോഴും കളമശ്ശേരിയിലും തൃക്കാക്കരയിലും ഒക്കെ. നമ്മുടെ കേരളത്തിൽ മൊത്തം ഈ വേനൽ കഴിഞ്ഞ പിന്നെ ചെറിയ മഴ പെയ്ത പിന്നെ എല്ലായിടത്തും ഇത് രോഗം പടരുന്ന ഒരു അവസ്ഥയുണ്ട്. അതിപ്പോൾ കൊച്ചിയിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കൊച്ചിയിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലായിട്ട് മഞ്ഞപ്പിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എറണാകുളത്ത് രാവിലെ 7 മണിക്ക് തുടങ്ങിയ മഴ ഏകദേശം 2 മണിക്കൂർ തോരാതെ തന്നെ പെയ്തു. കൊച്ചിയിലെ പല ഇടറോഡുകളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ തകൃതിയായി പലയിടങ്ങളിലും നടന്നു എങ്കിൽ പോലും വെള്ളം ഒരു മഴ തോരാതെ ഒരു 3-4 മണിക്കൂർ പെയ്തു കഴിഞ്ഞാൽ കൊച്ചിയുടെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇത് തന്നെയാണ് കൊച്ചിയിലെ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ. പതിവ് വ്യത്യസ്തമല്ല. എല്ലാ കാലത്തെയും പോലെ ഇത്തവണയും വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് KSRTC സ്റ്റാൻഡ്. യാത്രക്കാർക്ക് സ്റ്റാൻഡിനുള്ളിൽ നിൽക്കാൻ കഴിയാത്ത അത്ര വലിയൊരു അവസ്ഥയാണ്. വലിയ മലിനജലമാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വലിയ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. അകത്തുള്ള ശുചിമുറിയിൽ നിന്നൊക്കെ ഉള്ള മാലിന്യങ്ങളും വേസ്റ്റുകളും എല്ലാം തന്നെ ഈ വെള്ളത്തിലൂടെ വന്ന് നിൽക്കുകയാണ്. നമുക്ക് ഈ കാണാം, ഇതിൻ്റെ ഉള്ളിലെ കടകളിലുള്ള ആളുകളൊക്കെ വലിയ ദുരന്തത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ചേച്ചി, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഈ വെയിറ്റ് റൂമിലൊക്കെ നിറച്ച് വെള്ളമായിരുന്നു. പിന്നെ നടക്കാനും അതിന് പറ്റാത്ത അവസ്ഥയുടെ പിന്നെ ഇത് കാണുന്ന കാഴ്ച വെള്ളപ്പൊക്കം കയറിയിട്ട്
എന്താണ് ഒരു വിധത്തിലും പറ്റണില്ല. ആ മുത്തേ, അത് തന്നെയാണ് അവസ്ഥ. ഈ യാത്രക്കാര് ദൂരത്തൊക്കെ യാത്ര ചെയ്യുന്നവർ കാത്തു നിൽക്കുന്നത് ഇവിടെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഉള്ളിലേക്ക് കയറാൻ കഴിയാത്ത അത്ര മോശം അവസ്ഥയിലാണ്. ഉള്ളിലുള്ള കടക്കാരൊക്കെ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഈ ഫെബ്രുവരിയിൽ ഈ KSRTC സ്റ്റാൻഡ് പുനർനിർമ്മിക്കാമെന്നുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായി സ്ഥലം MLA-യും ഒപ്പം MP-യും അടക്കം ഇവിടെ എത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു ഫലവുമില്ല. ഇപ്പോഴും ഈ മഴ പെയ്തപ്പോൾ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. എറണാകുളം ബസ് സ്റ്റാൻഡിൽ എത്തുന്ന KSRTC സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് ഇത് പതിവ് കാഴ്ചയാണ്. ഒരു മഴ പെയ്താൽ നിർത്താതെ ഒരു 3-4 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ KSRTC സ്റ്റാൻഡ് മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ്. എന്തായാലും ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഒക്കെ പരാതി. പലരും ഈ കുട്ടികളുമായിട്ടൊക്കെ വന്ന് ദീർഘദൂരം യാത്ര ചെയ്യുന്നവരൊക്കെ ഇരിക്കുന്ന ഇരിപ്പിടം ഇവിടെയാണ്. ഇവിടെ ഇരുന്നിട്ടാണ് വാഹനങ്ങളൊക്കെ വരുമ്പോൾ കയറാൻ വേണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ചെറിയൊരു ആശ്വാസം എന്നോണം ഇങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ കഴിയുന്നത്. പക്ഷേ മഴ തുടർച്ചയായി പെയ്താൽ അതും നടക്കില്ല. ചേട്ടാ, നല്ല വെള്ളക്കെട്ടാണല്ലോ. എങ്ങോട്ടേക്ക് പോകാനാണ് ഇവിടെ? നമ്മൾ മൂവാറ്റുപുഴ. ഈ KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ, ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്തൊരു വളരെ ദയനീയാവസ്ഥയാണ്. കാരണം വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ സ്വർഗമാണ്. നമ്മൾ വയനാടാണ്, മാനന്തവാടി വയനാടാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ഭയങ്കര ദയനീയാവസ്ഥ. കാരണം ഇത് മെട്രോ സിറ്റിയാണ്. ഈ മെട്രോ സിറ്റിയിൽ ഇങ്ങനെ ഒരു KSRTC സ്റ്റാൻഡ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണിത്. അത് തന്നെയാണ്, മെട്രോ സിറ്റിയാണ്, കൊച്ചി നഗരമാണ്. പക്ഷേ ഒരു മഴ പെയ്താൽ അവിടെയുള്ള KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. എന്തായാലും ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ യാത്രക്കാരും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, അകത്തും KSRTC സ്റ്റാൻഡിനുള്ളിലും പുറത്തുമൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. ഈ കടകളിലൊക്കെ ആളുകൾക്ക് നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം. നോക്കൂ, കടകളുടെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. ഈ കടക്കാരൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഫെബ്രുവരിയിൽ, അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ KSRTCയുടെ പുനർനിർമ്മാണം, പുതിയ KSRTC നിർമ്മാണം ഉണ്ടാകുമെന്ന് പറഞ്ഞൊരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്പോഴും പഴയ പോലെ തന്നെ ഈ KSRTC സ്റ്റാൻഡ് ഇതുപോലെ തന്നെ കിടക്കുന്നു. നാട്ടുകാരൊക്കെ വലിയ ദുരിതത്തിലാണ്. ആളുകളൊക്കെ ഇപ്പോൾ നിൽക്കുന്ന ഇടം KSRTC സ്റ്റാൻഡിന്റെ ഉള്ളിൽ വെള്ളക്കെട്ടായതിനാൽ പുറത്തേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ ബുദ്ധിമുട്ടാണ്. മഴ അല്പം മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഇവർക്കൊരു ആശ്വാസമായി ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ വളരെ ദയനീയമായൊരു സാഹചര്യമാണ്. കുട്ടികളെയൊക്കെ കൊണ്ട് KSRTC സ്റ്റാൻഡിൽ നിൽക്കുന്നവരാണ്. ചേച്ചി, എങ്ങോട്ടേക്ക് പോകാനാണ്? ആലപ്പുഴ. ഉള്ളിൽ നല്ല വെള്ളക്കെട്ടാണ്, ഭയങ്കര ദുരിതമാണല്ലേ? Yes, we have many problems there. ഈ ഉള്ളിലേക്ക് ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥ. മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ കുട്ടികളെയൊക്കെ കൊണ്ട് ദൂരേക്കൊക്കെ യാത്ര ചെയ്യാൻ നിൽക്കുന്നവരാണ്. ചേട്ടാ, വെള്ളക്കെട്ട് ഇങ്ങനെ വീണ്ടും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടാണല്ലോ യാത്രക്കാർക്ക്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെള്ളക്കെട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു അരമണിക്കൂറൊക്കെ കൊണ്ട് വെള്ളം പെട്ടെന്ന് താന്നായിരുന്നു. ഞാൻ ഇവിടെ വണ്ടി ഓടിച്ചാണ് കഴിഞ്ഞിട്ട് പോയത്. അപ്പോൾ വെള്ളം പൊങ്ങിയത് കാരണം വണ്ടി എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഒരു അരമണിക്കൂർ കൊണ്ട് വെള്ളം പെട്ടെന്ന് താന്നായിരുന്നു. സാധാരണ പോലെ അത്ര അങ്ങോട്ട് ഡിലേ വന്നില്ല. പെട്ടെന്ന് വെള്ളം ഉണ്ട്. അതറിയില്ല. ഇത് ഈ രീതിയിലാണെങ്കിൽ എല്ലായിടത്തും കൊച്ചു വെള്ളത്തിലാവുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മഴ എത്തുന്നതിന് മുൻപ് വേണ്ട പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, കാനകളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് കൊച്ചി നഗരസഭ പറയുന്നുണ്ട്. പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ വീണ്ടും പഴയ അവസ്ഥ? അവർ ചെയ്തിട്ടുണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരേതെങ്കിലും ചെയ്തെന്ന് പറയുന്ന ഒരു പ്രവർത്തകരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു സ്ലാവ് ഒന്ന് ഇപ്പോൾ വെറുതെ പൊക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ചെയ്തിട്ടുണ്ടായില്ല എന്നുള്ളത്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിളിച്ചു കൊണ്ടുവന്ന് ചോദിക്കണം. ആ സ്ലാവ് പൊക്കി നോക്കി കഴിഞ്ഞാൽ വേസ്റ്റ് അവിടെ തന്നെ ഉണ്ടാവും. അതപ്പോൾ ഉണ്ടാവുള്ളൂ. അവർ ചെയ്തെന്ന് പറയണതൊക്കെ വെറുതെ ഇരിക്കുള്ളൂ. നമ്മളിപ്പോൾ കാണുന്നതല്ല, രാവിലെ വന്ന് അവർ അറ്റൻഡ് ചെയ്ത് അവർ പോണ്. അവർ ചെയ്യണം എന്ത് ജോലിയാണ്? ആരും ജോലിയൊന്നും ചെയ്യാറില്ല. ഇപ്പം KCB-കാർ വന്നിട്ട് മരം വെട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവർ വെട്ടാനില്ല, ആവശ്യമില്ലാത്തവർക്ക് തന്നെ അവർ വെട്ടിക്കൊണ്ടിരിക്കണത്. അതിനെക്കുറിച്ചിട്ട് അവരോട് തന്നെ ചോദിക്കണം. ശരിക്കും ചെയ്യണില്ല അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യണില്ല എന്നുള്ളതാണ് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
നമുക്ക് ഈ കാണാം, ഈ പനമ്പള്ളി നഗറിലെ ഒരു ഇടവഴിയാണ്. ഇന്നലെ കൊച്ചി നഗരത്തിൽ പ്രധാനമായും മഴ പെയ്തപ്പോൾ പ്രധാനമായും സംഭവിച്ചത് ഇട റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറിയത്. അത് തന്നെയാണ് നമുക്ക് ഈ കാണാം. ഈ പനമ്പള്ളി നഗറിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഇടവഴിയാണ്. ഈ ഇടവഴിയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം, ഇത് ഒഴുകി പോകാൻ ഒരു സ്ഥലമില്ല. ഇതിൽ കൂടിയാണ് കാൽനട യാത്രക്കാർ യാത്ര ചെയ്ത് അപ്പുറത്തേക്ക് എത്തുന്നത്. അതോടൊപ്പം ഇരുചക്ര വാഹനത്തിൽ എത്തുന്നവരൊക്കെ വളരെ പ്രയാസപ്പെട്ടതേ കാണുന്നു. ഈ സൈക്കിളിലുള്ള ആളൊക്കെ പോകുന്നത് എന്തോരം ബുദ്ധിമുട്ടിയാണെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകും. ഇപ്പോഴും ഈ വെള്ളം ഒഴുകി പോകുന്നില്ല, ഒഴുകി പോകാൻ സ്ഥലമില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള കാര്യം. ഈ കാനകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്, കൃത്യമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഈ സ്ഥാപനങ്ങൾ, ഈ പനമ്പള്ളി നഗറിൽ പ്രധാനപ്പെട്ട ഈ ഹോട്ടലുകളായിക്കോട്ടെ മറ്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ, ഇവിടെ നിന്ന് വരുന്ന അഴുക്കുകൾ, മാലിന്യങ്ങളെല്ലാം അവർ എപ്പോഴും ഡംപ് ചെയ്യുന്നത് ഈ കാനകളിലേക്കായിരിക്കും. ഈ കാനകൾ കൃത്യമായി ക്ലീൻ ചെയ്യാതെ ഈ വേസ്റ്റുകൾ അടിഞ്ഞുകൂടിയാണ് പിന്നീട് വെള്ളം ഇറങ്ങിപ്പോകാത്തൊരവസ്ഥയിലേക്കും ഇങ്ങനെ റോഡുകളിൽ പിന്നീട് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കും മാറിയിരിക്കുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്രേ വെള്ളമുള്ളൂ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ ഉണ്ടാകാനാണ് സാധ്യത. എങ്കിൽ ഈ പനമ്പള്ളി നഗറിലെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ചേട്ടാ, പനമ്പള്ളി നഗർ ഇന്നലത്തെ മഴയിൽ തന്നെ ഭാഗികമായി മുങ്ങിയൊരു സാഹചര്യമാണ് കാണുന്നത്. ഇപ്പോഴും ദേ കാനകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. മഴ തുടങ്ങിയതേ ഉള്ളൂ. എന്തായിരിക്കും ഇനിയുള്ള ഒരു അവസ്ഥ? ഇത് മഴ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. മഴ ഒരു 10 മിനിറ്റ് പെയ്താൽ മതി, അപ്പോഴത്തേക്കും ഇവിടെ മൊത്തം വെള്ളക്കെട്ട്, സ്റ്റാൻഡിലൊക്കെ വെള്ളം വരുന്നു. ഇത് വർഷങ്ങളായിട്ടുള്ള സംഭവം. ഇത് വെള്ളം പോകാനായിട്ടുള്ള മാർഗം കൃത്യമായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണാനൊക്കെ തന്നെ കാണാനൊക്കെ വലിയ താഴ്ചയില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ് റോഡിലോട്ട് വരും. അതാണ് അവസ്ഥ. ഇപ്പോൾ അവിടുത്തെ കാണുകയാണെങ്കിൽ തന്നെ വെള്ളം പോകാനുള്ള മാർഗ്ഗമില്ല. വെള്ളം പെയ്താൽ പൊങ്ങി വരികയുള്ളൂ, ഒഴുകി പോകാനുള്ള സാഹചര്യം ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം അതിനുള്ള മാർഗം സർക്കാർ നോക്കുക, അത്രയല്ല. അതോടൊപ്പം തന്നെ ഇതിനു മുൻപ്, മഴയ്ക്ക് മുൻപ് തന്നെ ഇതിന് വേണ്ട പ്രവർത്തനങ്ങളെല്ലാം നടത്തി കാനകളെല്ലാം വൃത്തിയാക്കിയെന്ന് പറഞ്ഞു. പക്ഷേ ഒരു മഴ പെയ്താൽ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ അതെങ്ങനെ നമ്മൾ വിശ്വസിക്കും ജനങ്ങൾ? അത് ചുമ്മാ ഒരു പ്രകസനം മാത്രം. കാണാൻ വൃത്തിയാക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ കോരി വെക്കും, അത്ര തന്നെ. അല്ലാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ല ചെയ്യണം. ഈ കാൽനട യാത്രക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഇനി വെള്ളം നിറഞ്ഞ് അസുഖമൊക്കെ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അതിപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. ആൾക്കാർ അത് തരണം ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെ അവസ്ഥ. കനത്ത മഴയെ തുടർന്നാണ് ആ വെള്ളപ്പൊക്കം ഉണ്ടായത്. അത്യാവശ്യം ക്ലീനിങ് ഒക്കെ നടക്കേണ്ട, ഈ വാർഡിലൊക്കെ ഒരു അത്യാവശ്യം ക്ലീനിങ് നടക്കേണ്ട, ഇല്ലെന്ന് നമ്മൾ രാഷ്ട്രീയമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കനത്ത മഴ, ഈ വെള്ളം വേലിയേറ്റമായിരുന്നു. വേലിയേറ്റ സമയത്ത് കടലിൽ വെള്ളം എടുക്കില്ല. ആ സമയത്താണ് ഇവിടെ വെള്ളപ്പൊക്കം കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ ആ മുല്ലശ്ശേരി കനാലിൻ്റെ ഒക്കെ പണി തീരാത്തത് കൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ നല്ല മഴയായിരുന്നു, ഒരുപാട് പേര് ദുരിതം അനുഭവിച്ചു. 2 വീലറിൽ വന്നവരും കാറുകാരും ഒക്കെ വളരെയധികം ദുരിതം അനുഭവിച്ച ദിവസമാണ് ഇന്നലെ. വളരെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു, നന്നായിട്ട് വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതിന് ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട് വേറെ ഏതെങ്കിലും രീതിയിൽ, അത്രയേ ഉള്ളൂ. പിന്നെ ഈ കടലുമായിട്ട് കടലും കരയും ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടുത്തെ ഒരു പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ചാൽ കരയും കടലും ഒരുപോലെ കിടക്കുക. അപ്പോൾ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് ഈ വെള്ളം എടുക്കില്ല കടൽ. ആ സമയത്താണ് ഇവിടെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു 9 മണി കഴിഞ്ഞ് മഴ തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് വെള്ളം റിലീസായി. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഒരേപോലെ കിടക്കുന്നതുകൊണ്ടാണ് അതെല്ലാവരും ദുരിതം അനുഭവിച്ചിട്ടുണ്ട് എല്ലാവരും. പനമ്പള്ളി നഗർ ഡിവിഷൻ 56-ലെ കൗൺസിലർ അഞ്ജന ടീച്ചർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചറെ, ഇത് ഇന്നലെ പെയ്ത മഴയിൽ തന്നെ പലയിടങ്ങളിലും വെള്ളം മുങ്ങി, വീടുകളിലൊക്കെ പകുതി വരെ വെള്ളം കയറിയ ഒരു അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ആവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകോപനം രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് ക്ലീനിങ് ഇല്ലാതിരുന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന അവസ്ഥ. കാരണം നമുക്കറിയാം, ചെറിയ കാനകൾ ക്ലീൻ ചെയ്യുന്നതിന് മുൻപായിട്ട് വലിയൊരു പേരണ്ടൂർ കനാൽ ഇതിൻ്റെ അടുത്തൂടെ ഒഴുകി പോകുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് നല്ലപോലെ അത് അനുഭവിച്ചറിഞ്ഞതാണ് ഈ വെള്ളക്കെട്ട്. കാരണം ഈ പേരണ്ടൂർ കനാലിൽ വളരെ ആഴത്തിൽ വരെ ചെളി അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലം വന്നിട്ട് ഇവിടെ ഈ ക്ലീനിങ് നടത്തിയപ്പോൾ വെറുതെ മഴക്കാലത്ത് വന്ന ആ കോൺട്രാക്ടർ അവിടെ ഒരു ചെളി കലക്കി കോരി ഇട്ടിട്ട് പോയി.
ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്ടിനോട് പറയുകയാണ്, അത്യാവശ്യമായി വന്നൊരു വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഫയലില്ല, ഞങ്ങൾക്ക് കോൺട്രാക്ടർക്ക് ഫണ്ട് തരുന്നില്ല. ഇങ്ങനെ പല റീസൺസും. ഇപ്പം നമ്മൾ എന്താണ് കൗൺസിലേഴ്സ് ജനങ്ങളോട് ഇത് പറയേണ്ടതെന്നുള്ള അവസ്ഥയിലാണ്. കാരണം ഈ പെട്ടിയംപറ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പമ്പിങ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. എല്ലാ മഴക്കാലത്തും ഒരുപോലെ തന്നെ ഈ ഒരേ അവസ്ഥ തന്നെയാണ് അവിടെ. പെട്ടിയംപറയിലെ പമ്പ് ചിലപ്പോൾ വർക്ക് ചെയ്യാണ്ടാവും, അല്ല ബെൽറ്റ് ലൂസാവും. ഇന്നലെ രാത്രി പോലും ഞാൻ അടക്കം അവിടെ ചെന്ന് നിന്ന് അതിലെ ഓപ്പറേറ്ററിനെ വരുത്തി അത് ശരിയാക്കേണ്ട അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിനൊരു AMCയുടെ ഫയൽ പോലും തയ്യാറാക്കാതെയാണ് ഇത്തരത്തിലുള്ള പെട്ടിയംപറയെല്ലാം അവിടെ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതിൽ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ക്ലീനിങ് ഒരു വേനൽ സമയത്ത്, നല്ല ഉണക്കുള്ള സമയത്ത് ചെളി മുഴുവൻ നീക്കം ചെയ്തുകൊണ്ട് ഒരു ഡ്രെയിനേജ് ക്ലീനിങ് നടത്തിയാൽ മാത്രമേ, അതായത് എല്ലാ ഡിവിഷനുകളും ഒരേ സമയത്ത് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് കണക്റ്റഡ് ആയിട്ട് പോവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ചെയ്താൽ മാത്രമേ ഈ വെള്ളക്കെട്ട് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ രണ്ടാമത്തെ റീസൺ, ഇവിടെ പനമ്പള്ളി നഗറിലുള്ള പ്രധാന പ്രശ്നം, നിങ്ങൾ കുറച്ച് മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കാണാം, ഫെഡറൽ ബാങ്കിൻ്റെ അവിടം വരെ വർഷങ്ങൾക്ക് മുമ്പ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൽ ഒരു കാന പണിത് നിർത്തിയിട്ടുണ്ട്. അത് പാതി വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. മുമ്പോട്ടുള്ള കാനകൾ മുഴുവൻ ഇടിഞ്ഞു പോയ കാനകളാണ്. ഇത് ഫയലാക്കി മുൻപോട്ട് അത് പണിയണം എന്നുള്ള ആവശ്യം ഞാൻ ഉന്നയിച്ചിട്ട് പോലും അത് പണിയാനൊരു ഫണ്ടോ ഒന്നും അനുവദിച്ച് നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം അമിക്കസ് ക്യൂറി വന്നപ്പോഴും ഞാൻ ഇത് തന്നെ കാണിച്ചു കൊടുത്തു. അതേ നടപടി എടുക്കാമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് നമ്മൾ കേൾക്കുന്ന കാഴ്ചയായതുകൊണ്ട് നമ്മളത് എത്രത്തോളം കാര്യക്ഷമമായി നടക്കുമെന്നറിയില്ല. പക്ഷെ അത് നടന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇവിടുത്തെ വെള്ളം കറക്റ്റായിട്ട് കൊയ്ത്തറ പാലത്തിൻ്റെ അവിടെ വരെ ചെന്ന് ഒഴുകിയെത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേയർ പറയുന്നത് കഴിഞ്ഞ തവണത്തെ പോലെയൊന്നും അല്ല, ഇത്തവണ കൃത്യമായി തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, ഈ വെള്ളം കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി പോകുന്നതേ ഉള്ളൂ എന്നുള്ളൊരു വാദമാണ് മേയറുടെ ഭാഗത്തു നിന്നും വരുന്നത് ഇപ്പോഴും. അതാ ഇന്നലെ ശരി, യഥാർത്ഥത്തിൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കെട്ടിൽ വെള്ളം കയറിയ ഒരു വീടാണ് എൻ്റെതടക്കം. 200-300 വീടുകളോളം വെള്ളത്തിനടിയിൽ പെട്ടുപോയതാണ്. അത് ഒരു LIG എന്നുള്ള ഭാഗം മാത്രം. മറ്റുള്ള HIG, പുതുച്ചിറ കോളനി, വാക്കാട്ട്, വിദ്യാനഗർ അടക്കമുള്ള ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങി. പതിവില്ലാണ്ട് ഇതുവരെയും വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ പോലും ഇന്നലെ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. ഒരു 5:30-ക്ക് വെള്ളം റോഡുകളിലും വീടുകളിലേക്കും കയറിയിട്ട് അത് ഇറങ്ങിപ്പോയത് രാത്രി ആയപ്പോൾ മാത്രമാണ്. വെള്ളത്തിൻ്റെ ഇറക്കം വളരെ സ്ലോ ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ഡ്രെയിനിലുള്ള ബ്ലോക്കുകൾ തന്നെ. ഇത് മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുല്ലുവെട്ടലും അടിച്ചുവാരലും നടത്തുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഡ്രെയിനേജ് ക്ലീനിങ് നടത്തുക എന്നുള്ളതാണ്. ഓരോ പ്രദേശത്തെയും പ്രശ്നം എന്താണെന്ന് അറിയാവുന്നത് കൗൺസിലേഴ്സിനാണ്. ആ കൗൺസിലേഴ്സിനെ ഇരുത്തിക്കൊണ്ട് ആദ്യം തന്നെ ഒരു ആലോചനാ മീറ്റിംഗ് നമ്മുടെ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടത്തിയിരുന്നുവെങ്കിൽ നമുക്ക് കൃത്യമായി ഇതിനൊരു പരിഹാരം. മഴ ദുരിതം എന്ന പതിവ് കൊച്ചിയിൽ മാറിയേ മതിയാകൂ. എങ്ങനെയാണ് മഴയെ കരുതിയിരിക്കേണ്ടതെന്ന് അധികൃതർ ഇനി എന്ന് പഠിക്കും. പരസ്പരം പഴിചാരലല്ല, കൈമെയ് മറന്നുള്ള സഹകരണത്തോടെ കാലവർഷത്തെയെങ്കിലും പ്രതിരോധിക്കാൻ മുൻകൈയെടുക്കണം. ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും നഗരസഭ അധികൃതരുടെയൊക്കെ ഭാഗത്ത് നിന്ന് നഗരത്തിൽ